ഈ പാട്ട് സഹിക്കാൻ വയ്യ. എനിക്കില്ലേ ആ പാട്ട് ഇവിടെ ഉണ്ട്, ഈ പാട്ട് കാരണം ഓർക്കാൻ പറ്റണില്ല. വാടിയെ പൊണ്ടാട്ടി ചിന്നി ചിന്നി സിത്തിരി പുത്തിരി ചിന്നി ചിന്നി സിരിക്കി ചിന്നി 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 കിണ്ടി. ആ രണ്ടുപേരും ഒന്ന് നമുക്ക് പാടാവോ? ആ പാടിക്കും. ഏത് അയ്യോ, എനിക്ക് കോവേസറിനെ പാടുന്ന പോലെ അറിയുള്ളൂ. സ്നേഹിതനൈ സ്നേഹിതനൈ രഹസ്യ സ്നേഹിതനൈ, എനിക്കതേ പറ്റൂ. താ നല്ല പോലെ പാടിക്കോ. താനാണ് പാടണ്ടേ, ഞാനല്ല. നീ മണ്ടനായോണ്ട് നീ പറഞ്ഞ ഇത്രയും ഞാൻ പറഞ്ഞിട്ട് നീ പാടിയില്ല. പാടിക്കോ. നീ പറഞ്ഞ ഈ പാട്ട്, നീ പാടിയ ഈ പാട്ട് എന്ത് എപ്പോ? സ്റ്റേജില്. സ്റ്റേജിലാ? സിനിമ ഉറുമി. ഉറുമിയാ? ഓ ചിമ്മി 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 തിള. ഇപ്പൊ എനിക്കൊന്ന് 87 ലക്ഷം ആളുകൾ അത് ഇതോടെ കണ്ടു. ഒരുപാട് ചർച്ചയായി. ഈ ബർത്ത് വ്ലോഗ് ആയിട്ട് നമ്മൾ എടുക്കണം എന്നൊരു പ്ലാനേ ഇല്ല. സത്യം പറഞ്ഞ ചുമ്മാ വെറുതെ അതൊന്നും കാണിക്കണ്ട. ജസ്റ്റ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു, പ്രസവിച്ചു. ഈ ഫോണ് പോയത് ഈ എന്താ പറയാ പുള്ളിക്കാരിയുടെ ചേച്ചി. എന്തായാലും ഒരു വീഡിയോ കൂടെ കിട്ടി. യൂട്യൂബ് ഒന്ന് ആക്റ്റീവ് ആക്കി വെക്കാം. 1 മില്യണോ 2 മില്യണോ കിട്ടുന്നതിൽ തെറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇട്ടതാ. ആൻഡ് നമ്മുടെ ചെന്നൈയിലെ ഒരു ബ്ലോഗിന്റെ ഇടയിൽ ഒരു തത്തക്കാരൻ സംസാരിക്കുന്ന ഇപ്പൊ പുറത്ത് എങ്ങനെയോ ആരോ കട്ട് ചെയ്ത് ലൈവ് ആക്കിയിട്ടുണ്ട്. അതില് ആ തത്തക്കാരൻ ഒരു കാര്യം എന്നെ കുറിച്ച് പറഞ്ഞു. എന്താ എന്തായിരുന്നു അത്? അതുകൊണ്ട് തത്തക്കാരനെ ഇനി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് തത്തക്കാരൻ ഇനി എങ്ങനെയും കണ്ടുപിടിക്കും. പുള്ളി പറഞ്ഞ വെച്ചാൽ നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. നീ എല്ലാം ആഗ്രഹിക്കും, ഒന്നും നടക്കില്ല. ബോയ് വേണോ ഗേൾ വേണോ പത്രക്കാരൻ പറഞ്ഞു ഒന്നും നടക്കാൻ പാടില്ല. കറക്റ്റ് അതൊരു ബോയായിട്ട് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ മലയാളികളെ ആരെങ്കിലും ഒക്കെ ചെന്നൈ പോകുമ്പോ മറിയുന്ന ബീച്ചിൽ പുള്ളി ചിലപ്പോ പുള്ളി ഫേമസ് ആണെന്ന് തോന്നുന്നു. പുള്ളി ഞാൻ സത്യം പറഞ്ഞാ തിരിഞ്ഞു നോക്കിട്ട് അവൻ ഈ അവസ്ഥ നന്ദനത്തില് നവ്യാനല്ല ഞാനേ പുള്ളി കാണുന്നില്ല. ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് പൈസ വെള്ളം ഒഴുകുന്നത് പോലെ ഒഴുകി പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ താൻ അത് അറിയുന്നില്ല എന്ന് പറഞ്ഞു. ப்ராப்ளம் போயிட்டு இருக்கு. ஆனா அந்த ப்ராப்ளம் எல்லாமே வர 6 மந்த் ஜூன் 25 പിന്നീടാണ് കറക്റ്റ് ജൂണിലാണ് ഈ പെണ്ണുങ്ങളുടെ കേസ് തൂക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ആ കുട്ടി ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഓർമ്മ വന്നു, ഞാൻ അന്ന് അവിടെ ക്യാഷ് ഇട്ടു. എന്നിട്ട് ആ ക്യാഷ് നമ്മൾ ബിരിയാണിക്ക് കൊടുത്തു, സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത ബിരിയാണി. ഞാൻ ചോദിച്ചു 2000 രൂപയ്ക്ക് നിങ്ങൾ 3 പേരും കൂടെ ഹയാത്തിൽ നിന്നാണോ ബിരിയാണി വാങ്ങിച്ച് കഴിച്ചത്? എനിക്ക് എമൗണ്ട് താൻ തന്നിട്ടില്ല. അതെന്താ തരാത്തെ? ഓ തന്നില്ലല്ലേ? ഞാൻ പറഞ്ഞില്ല തന്നില്ല. 1 മിനിറ്റ് ഞാൻ ഇപ്പൊ വിളിക്കാം എന്ന് പറഞ്ഞ് കോളം കട്ട് ചെയ്തു. പിന്നെ അതിൽ ഒരാളുടെ ഹസ്ബൻഡ് എൻ്റെ അച്ഛനും അച്ഛൻ്റെ ഏതോ ഫ്രണ്ട് സന്തോഷങ്ങളും കൂടി ഇവരെ പീഡിപ്പിച്ച കഥ വരെ പറയുന്നുണ്ട്. അതിൽ ആ ആളെ പറ്റി പറയേണ്ട ഒരു സംഭവമാണോ ഇത്? ആ ക്രെഡിബിലിറ്റി അവർക്ക് കക്കാൻ പറ്റത്തില്ല. പൈസ നഷ്ടപ്പെട്ടു, ഞാൻ പൊട്ടിയായി, അത്രയായി. പക്ഷെ ഈ നഷ്ടപ്പെട്ട പൈസ എനിക്ക് തിരിച്ചു പിടിക്കാൻ ഈ പറഞ്ഞ ക്രെഡിബിലിറ്റിയും മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും എല്ലാം തന്നെ മതി. ഹായ് ഹലോ നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് മലയാളി പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമുള്ള 2 പേരാണ്. അശ്വിൻ. I got all this potential that's deep inside of me, but they hate when you're successful cause they try to be. They sit there being judgmental because you're trying things and they just want you to settle ഏറ്റവും and do കൂടുതൽ the ചർച്ച right ചെയ്ത thing. ആളുകൾ കണ്ട അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പോൾ ലവേഴ്സിനായാലും ഈ കപ്പിൾസിനായാലും ഷെയർ ചെയ്ത് കൊടുത്തൊരു ബർത്ത് വ്ലോഗാണ് ദിയയുടേത്. ഇപ്പോൾ എനിക്കൊന്ന് 87 ലക്ഷം ആളുകൾ അത് ഇതോടെ കണ്ടു. ഒരുപാട് ചർച്ചയായി ഓൾറെഡി. അപ്പം ഇത്രയും പ്രതീക്ഷയോടെ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒരു മെമ്മറീസിന് വേണ്ടി എടുത്തതാണോ അത് ഇത്രയധികം ആളുകളിലേക്ക് എത്തും എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും? സത്യം പറഞ്ഞാ എന്താ പറയാ നമ്മുടെ ഈ ബർത്ത് വ്ലോഗ് ആയിട്ട് നമ്മൾ എടുക്കണം എന്നൊരു പ്ലാനേ ഇല്ല. സത്യം പറഞ്ഞ ചുമ്മാ വെറുതെ അതൊന്നും കാണിക്കണ്ട.
ജസ്റ്റ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു, പ്രസവിച്ചു. എന്തായി ഈ ഫോണ് പോയത് ഈ എന്താ പറയാ പുള്ളിക്കാരിയുടെ ചേച്ചി. പുള്ളിക്കാരി ഒരു പെർഫെക്ഷനിസ്റ്റാ, മനസ്സിലായില്ലേ? ഇതൊക്കെ റെക്കോർഡ് ചെയ്യണം, ഇതൊക്കെ നോക്കുമ്പോഴേക്കും പുള്ളിക്കാരി എല്ലാം. ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും ആ ടൈമും അതൊന്നും റെക്കോർഡ് ചെയ്ത് അതെന്റെ മൈൻഡിൽ കൂടെ പോകത്തില്ല. അമ്മു ഇങ്ങനെ കുട്ടി മെമ്മറീസ് ഇങ്ങനെ, അതായത് ചെറിയ കാര്യം, ഇപ്പൊ ഒരു കല്ലും മണ്ണും പോലും റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആളാണ്. എനിക്ക് അത്രയൊന്നും പേഷ്യൻസ് ഇല്ല. പുള്ളിക്കാരിയാണ് ആ വീഡിയോസ് പലതും കവർ ചെയ്തതെന്ന് എനിക്ക് പിന്നീട്, എനിക്ക് അപ്പം ബോധമില്ലായിരുന്നു. പിന്നീട് ഞാൻ അറിഞ്ഞു അമ്മു ആണ് ആ വീഡിയോ എഡിറ്റ് ചെയ്തത്. അതുകൊണ്ട് ആ വീഡിയോയ്ക്ക് എന്റെ എഡിറ്റിംഗ് ലുക്കേ ആയിരുന്നില്ല, ആ വീഡിയോയ്ക്ക് വേറൊരു ലുക്കായിരുന്നു. അത് ആരൊക്കെ അടിയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് അഹാനയാണോ വീഡിയോ എഡിറ്റ് ചെയ്തത് എന്നുള്ളപ്പം. ഐ മീൻ അമ്മുവിന്റെ വീഡിയോ അത്ര ബ്യൂട്ടി എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എന്റെ വീഡിയോ പൊതുവെ ഒരു റോ കട്ടിങ്ങാ, മേർജിങ് ആണ്. വീഡിയോ എടുക്കുക, മേർജ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. പക്ഷെ അമ്മു ചെയ്തതിനകത്ത് കുറച്ച് മറ്റേ നല്ല ട്രാൻസിഷൻസും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ വരുന്ന ടൈം ആൻഡ് 1 minute ലേറ്റ് എന്നൊക്കെ പറഞ്ഞ കുറെ ടെക്സ്റ്റ് ഒക്കെ. ഞാനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്തില്ലായിരുന്നു. അമ്മു ചെയ്തത് കൊണ്ട് ആ ബ്ലോഗിൽ ഇച്ചിരി കൂടി ഒരു ബ്യൂട്ടി വന്നു എന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ആൻഡ് ഈ ഒരു വീഡിയോ എടുത്തപ്പോഴും ഞാൻ അശ്വിൻ്റെ അടുത്ത് പറയായിരുന്നു, എന്തായാലും ഒരു വീഡിയോ കൂടെ കിട്ടി, യൂട്യൂബ് ഒന്ന് ആക്റ്റീവ് ആക്കി വെക്കാം, 1 million 2 million കിട്ടുന്നേരം തെറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇട്ടതാ. ഞാൻ സത്യം പറഞ്ഞാൽ പിന്നീട് അച്ഛൻ പറഞ്ഞപ്പോഴേ വേറൊരു കാര്യം ചിന്തിച്ചേ, ഇതിപ്പോ 87 lakh വ്യൂ നമ്മൾ കാണുന്നു, അതിൽ എത്ര ലക്ഷം പേര് ഇത് ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ടി വിയിൽ കാണുമ്പോൾ അത് ഒരാളുടെ ചാനലിലൂടെയാണ് കാണുന്നത്. പക്ഷെ എന്നാലും ഒരാൾ കാണണമെന്നില്ല, ആ വീട്ടിൽ 10-15 പേര് കണ്ടിട്ടുണ്ടാവാം, മനസ്സിലായില്ലേ? അപ്പൊ ഒരാളുടെ ഫോണിൽ കാണുമ്പോൾ ഒരു ബസ്സിൽ ഇരുന്ന് കാണുന്നെങ്കിൽ ബസ്സിലുള്ള ഒരു 5-6 പേര് കണ്ടിട്ടുണ്ടാവാം. അങ്ങനെ നോക്കിയാൽ ഒരു 1 കോടി പേര് ഈ വീഡിയോ കണ്ടിട്ടില്ലേന്ന് അച്ഛൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ ആലോചിച്ചു, ശരിയാ, ഈ വ്യൂ മാത്രമല്ല. ഞാൻ അശ്വിൻ്റെ അടുത്ത് പറയും, എന്താല്ലേ ഇവന്റെ ബർത്ത് ഇത്ര പേര് ഇവൻ അറിയത്ത് പോലുള്ളതായിട്ട് ഇവനെ ഇത്രയും പേർക്ക് അറിയാം എന്നുള്ള സംഭവം. ഐ മീൻ ഇതിപ്പോ ഞാൻ പറഞ്ഞ അടുത്തൊരു ട്രോളായി മാറും. അവളും അവളുടെ ഒരു ഫേമസ് കൊച്ചു ഇറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയ ഐ വാസ് വെരി ഹാപ്പി. ഇവൻ എനിക്ക് ഞാനും ലക്കി ചാമ്പായിട്ടാണ് കാണുന്നത്. ആൻഡ് നമ്മുടെ ചെന്നൈയിലെ ഒരു ബ്ലോഗിന്റെ ഇടയിൽ ഒരു തത്തക്കാരൻ സംസാരിക്കുന്ന ഇപ്പൊ പുറത്ത് എങ്ങനെയോ ആരോ കട്ട് ചെയ്ത് ലൈവ് ആക്കിയിട്ടുണ്ട്. അതിലെ ആ വീഡിയോ പിന്നീടിരുന്ന് കണ്ടപ്പോഴാണ് എനിക്കും തോന്നിയത്. അതിനകത്ത് പുള്ളി പറയുന്നുണ്ട്, ഇതാണാണോ പെണ്ണാണോ എന്നുള്ളത് നമ്മൾ ചോദിക്കാം. പുള്ളിയെ പറയുന്നുണ്ട്, ഇത് പെണ്ണാണോ എന്നൊരു ചോദ്യം ഇല്ല, ഇതാണാണ്, വയറ്റിലുള്ളത് ആണാണ് എന്ന് പറഞ്ഞു. ഐ തിങ്ക് ഞാൻ 4 months pregnant 3 months pregnant കണ്ടായിരുന്നു. പുള്ളി ഉറപ്പിച്ചു പറഞ്ഞത് ബോയാണ്, ബോയ് ആവണമെന്ന് എന്നെ വിളിക്കണം, അടുത്ത് ഗേൾ അല്ല എന്ന് പറഞ്ഞു. ആൻഡ് എൻ്റെ അടുത്ത് ഇങ്ങനെയും പറഞ്ഞു, ബേബി ജനിക്കുന്ന ഡേറ്റ് പറഞ്ഞു, അവന് ജൂലൈ ടൈം. പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞു, ജൂൺ സമയം ബേബി ജനിക്കുന്ന ഒരു 1 month മുന്നേ ബേബി വയറ്റിലിരുന്നു കൊണ്ട് തന്നെ എൻ്റെ ലൈഫിലെ എന്നെ ഒരു വലിയ പാഠം പഠിപ്പിക്കും എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഞാൻ എന്താ വയ്ക്കുന്നത്, ഒരു മദർഹുഡിലോട്ട് കയറുന്ന വല്ലതും ആയിരിക്കും, ഞാൻ ഛർദ്ദിക്കുന്ന വല്ലതും ആയിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്, ഇങ്ങനെ മനസ്സിലോട്ട് കൊടുത്തത്. എന്നിട്ട് പുള്ളി വേറൊരു ഡയലോഗ് പറഞ്ഞു, ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വെള്ളം ഒഴുകുന്നത് പോലെ ഒഴുകി പൊക്കോണ്ടിരിക്കുകയാണ്, പക്ഷെ താൻ അത് അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അശ്വിൻ്റെ അടുത്ത് ഷോപ്പിങ്ങിനെ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് ചിരിക്കുകയും ചെയ്തു ബ്ലോഗിനകത്ത്. പിന്നീടാണ് കറക്റ്റ് ജൂണിലാണ് ഈ പെണ്ണുങ്ങളുടെ കേസ് തൂക്കുന്നത്. കയ്യിൽ നിന്ന് വെള്ളം പോലെ പൈസ ഒഴുകി, പക്ഷെ ഞാൻ അറിഞ്ഞില്ല. പുള്ളി പറഞ്ഞ സത്യം, ബേബി വയറ്റിലിരുന്നപ്പോ ഞാനൊരു വലിയ പാഠം പഠിച്ചു. ആൻഡ് സി ഐ എം നോട്ട് എ സൂപ്പർസ്റ്റിഷ്യസ് പേഴ്സൺ. ഇങ്ങനെ ഒരു തത്തക്കാരൻ പറഞ്ഞാൽ വിശ്വസിച്ചു. തത്തക്കാരൊക്കെ നമുക്ക് കോമഡി, അവള് ഹാപ്പി ഹസ്ബൻഡ് സിനിമയിലൊക്കെ കോമഡിക്ക് കാണില്ലേ, നിങ്ങൾക്ക് 2 പൊണ്ടാട്ടി ജോക്ക്, ഞാൻ അങ്ങനെ ജോക്കായിട്ട് കാണുന്ന ആളാ. പക്ഷേ പുള്ളി ഈ പറഞ്ഞതിനകത്ത് പല കാര്യങ്ങളും നടന്നപ്പോ ഞാൻ എൻ്റെ അച്ഛനോടൊക്കെ പറഞ്ഞു, എനിക്കിത് വിശ്വാസം ഉണ്ടായിട്ടില്ല, പക്ഷെ there was something. ആൻഡ് നമ്മളന്ന് ചെന്നൈയിൽ പുള്ളിയോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണും തട്ടി പൊടിയും തട്ടി എണീച്ച് അങ്ങോട്ട് നടന്നില്ല. ജസ്റ്റ് നമ്മുടെ ബാഗ് ഒക്കെ എടുത്ത് പുള്ളിയുടെ കയ്യിൽ തത്തയും കുറെ കിളി കൂടും എന്തൊക്കെയോ കൊണ്ടിരുന്നു, ഒരു പായും സാധനം. ഒരാൾക്ക് അതൊക്കെ പറക്കിയെടുത്ത് എണീക്കണമെങ്കിൽ പോലും ഒരു 10-15 മിനിറ്റെങ്കിലും എടുക്കും. നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് എണീച്ച് ജസ്റ്റ് ഫ്രണ്ടോട്ട് നടന്നിട്ട് തിരിഞ്ഞു നോക്കി, പുള്ളി എണീച്ച് പോയോ ഇല്ലെന്നൊന്നും അറിയാൻ. തിരിഞ്ഞു നോക്കിയോ പുള്ളിയെ കാണുന്നില്ല. അവിടെ ആ ഏരിയയിൽ ഒരു 10-15 തത്തക്കാരന്മാർ ആ സമയം കൊണ്ട് എത്തിക്കഴിഞ്ഞു, കുറെ പെണ്ണുങ്ങളും ആളുകൾ. ഈ പുള്ളിയെ ഒഴിച്ച് ബാക്കി അവിടെ ഇരിക്കുന്ന എല്ലാവരും അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ആ പുള്ളി ഇരുന്ന ഏരിയയിൽ പുള്ളി ഇല്ലായിരുന്നു. ഇത് ഒരു ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അശ്വിന് ഞാൻ അതോടത്ത് പറഞ്ഞില്ലായിരുന്നു, കുറച്ച് ക്രീപ്പി ആയിരുന്നു, ഭയങ്കര ക്രീപ്പി ആയിരുന്നു. കണ്ടില്ല. എനിക്ക് വിഷമം വേറൊന്നുമല്ല, ആ തത്തക്കാരൻ ഒരു കാര്യം എന്നെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് തത്തക്കാരനെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് തത്തക്കാരൻ ഇനി എങ്ങനെയും കണ്ടുപിടിക്കും. പുള്ളി പറഞ്ഞ വെച്ചാ, നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. നീ എല്ലാം ആഗ്രഹിക്കും, ഒന്നും നടക്കില്ല.
അല്ല ബട്ട് ഹി ഓൾസോ ടോൾഡ് എനിക്ക് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്ലെസ്സിങ് ഉണ്ട്. അതായത് എൻ്റെ കയ്യിൽ നിന്ന് എത്ര പൈസയൊക്കെ ഒഴുകിപ്പോയാലും എനിക്ക് പുതിയ പുതിയ സാധനങ്ങൾ, നല്ല നല്ല സാധനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് ഏതൊരു ദൈവത്തിന്റെ ബ്ലെസ്സിങ് എനിക്ക് ഉള്ളതുകൊണ്ട് ആ എൻ്റെ ബ്ലെസ്സിങ് തന്നെ ഇവനൊരു ഓവർ പവർ പോലെ ഉണ്ട്. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നിടത്തോളം ഇവനും ആ ഒരു പവറിൽ നിന്ന് നല്ലതാണ് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇവൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇവൻ കേൾക്കാൻ കൊള്ളാം. ബ്ലെസ്സിങ് അങ്ങനെ വരും, ഒലി അങ്ങോട്ട് പോകും, ഓർ അങ്ങോട്ട് പോകും, കേൾക്കാൻ കൊള്ളാം. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചു വിടുകയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ. പക്ഷെ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ബോയ് വേണോ ഗേൾ വേണോ ചോദിച്ചത്. തത്തക്കാരൻ പറഞ്ഞൊന്നും നടക്കാൻ പാടില്ല. കറക്റ്റ് അതൊരു ബോയായിട്ട് അല്ല എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ മലയാളികളെ ആരെങ്കിലും ഒക്കെ ചെന്നൈ പോകുമ്പോ മറീന ബീച്ചിൽ പുള്ളിയെ ചിലപ്പോ ഫേമസ് ആണെന്ന് തോന്നുന്നു. എല്ലാരും ഇറങ്ങും കാണാൻ. പുള്ളി ഞാൻ സത്യം പറഞ്ഞാ തിരിഞ്ഞു നോക്കിയിട്ട് അവൻ ഈ അവസ്ഥ നന്ദനത്തിൽ നവ്യാനല്ല പോലെ ഞാനേ കണ്ടുള്ളൂ. പുള്ളി കാണുന്നില്ല. നമ്മൾ അവിടെയൊക്കെ നടന്നു നോക്കി നടന്നു നോക്കി ഏരിയ മൊത്തം പുള്ളി കണ്ടില്ല. എടുത്തിട്ട് ഓടിയിട്ടുണ്ടാവും. അല്ല അന്ന് ഈ ഓസിനെ കുറിച്ച് കുറെ പൊക്കിയൊക്കെ പറഞ്ഞ തത്തക്കാരൻ. അതുകൊണ്ട് തത്തക്കാരന് ഓസി എന്തൊക്കെയോ കൊടുത്ത് അപ്പൊ ഇന്നത്തെ കളക്ഷൻ ആയിന്ന് പറഞ്ഞിട്ട് പോയതും ആയിരിക്കാം. അല്ല ഞാൻ കാണുന്നത് അങ്ങേർക്ക് കിട്ടാനുള്ള കളക്ഷൻ കിട്ടി വീടെത്തിയിട്ടുണ്ടാവും. ഓസിയെ കുറിച്ച് നല്ല പോലെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ എണ്ണി ഞാൻ കൊടുക്കുന്നു. ഇത്രയൊന്നും വേണ്ട എന്ന് വെച്ചാ തത്തക്കാരൻ അങ്ങനെയല്ലേ പറഞ്ഞു വെച്ചേക്കുന്നത്. ഒന്നും വേണ്ട, കൊടുക്കണ്ട, അത്രയൊന്നും വേണ്ട, ഇരിക്കട്ടെ, അവരൊരു സന്തോഷമല്ല. നോക്കിയപ്പോ തിരിഞ്ഞു റീസൺ നമ്മൾ അതാണ് പ്രൊഡിക്ട് ചെയ്യുന്നത്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഗെയിം തന്നോണ്ടേ ഇരിക്കാൻ തോന്നും. ഗെയിം കളിച്ചോണ്ടേ ഇരിക്കാൻ തോന്നുവാണ്. ഇന്റർവ്യൂസ് ആണെങ്കിൽ ഇങ്ങനെ തന്നെ വേണം. സോ ഇത് ഭയങ്കര സിമ്പിൾ ഗെയിമാണ്. അപ്പം ഇതിൽ കുറച്ച് പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. സോ ഒരാൾക്ക് എടുക്കാം, അതെടുത്ത് ഓപ്പോസിറ്റ് ആളുടെ കയ്യിൽ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടാവും. സോ അത് മനസ്സിലാക്കി കൊടുക്കണം. ഇൻ കേസ് ആൾക്ക് പാട്ട് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കുന്ന ആൾ ആ പാട്ട് പാടണം. ഓക്കെ ഓക്കെ മനസ്സിലാക്കി പറഞ്ഞാൽ മതി. അയ്യോ ഏതായിരുന്നു ആ പാട്ട് കൂടെ പറഞ്ഞേക്കും. സ്നേഹിതനെ സ്നേഹിതനെ രഹസ്യ സ്നേഹിതനെ. ഓക്കെ സ്നേഹിതനെ സൗണ്ട് കുറച്ചോ. നന്നായി പാട്ട് പാടില്ലേ ഇവൻ? തമിഴ് പാട്ടിന്റെ ഫാൻസ് ആണ്. ഇവൻ എന്ത് പറഞ്ഞു കൊടുത്താലും തമിഴ് പാട്ട് കാച്ചി. ഓക്കെ ഞാൻ ചിരിച്ചത് കാരണം തമിഴ് രക്ഷപ്പെട്ടു, അവരറിയാം. കറക്റ്റ് ആയിട്ടേ ആ ഒരു രണ്ടുപേരും ഒന്ന് ദീനം നോക്കി പാടാവോ? പാടിക്കും. അയ്യോ എനിക്ക് കോവേസറിലെ പാടുന്ന പോലെ അറിയാവുള്ളൂ. സ്നേഹിതനൈ സ്നേഹിതനൈ രഹസ്യ സ്നേഹിതനൈ. എനിക്കതേ പറ്റൂ. ആ നല്ല പോലെ പാടിക്കോ. ഒരു ആഗ്രഹം കൊണ്ട് നന്നായിട്ട് പാടുന്ന മോണിക്ക. ഞാനിപ്പോ കേട്ടോണ്ടിരിക്കുന്ന പാട്ടതാ. പാട്ടാലേ പൽസേരും പാടി. ഞാൻ മറ്റേ പാട്ട് വെച്ചോ. ആ മോണിക്ക എനിക്ക് ഇഷ്ടമുള്ള പാട്ട് കേട്ടോണ്ടിരുന്നപ്പോ ഇവൻ ഒരു ദൈവം തന്ന പൂവേ. സൗണ്ട് വരല്ലേ, സൗണ്ട് വരല്ലേ, സൗണ്ട് വരല്ലേ. ഒരു ദൈവം തന്ന പൂവേ. ഈ പാട്ടിട്ടേക്കണത് ഒരു ബന്ധമില്ലാതെ. സൗണ്ട് പറ. ഒരു ദൈവം തന്ന പൂവേ. ഒരു ദൈവം ഇവര് കുറച്ച് ദൂരേക്ക് മാറ്റിയിരുത്തണായിരുന്നു സത്യത്തില്. ഇവര് ലിപ്പ് വെച്ച് കണ്ടുപിടിക്കണം. എപ്പോഴും പാടും. ഇനി ഒന്നും കൂടെ രക്ഷപ്പെട്ടു. ഏതാ പാട്ട് മനസ്സിലായോ? ഇത് ഓസിക്ക് അറിഞ്ഞൂടല്ലോ. ആണോ? അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. വാടിയ പൊണ്ടാട്ട്. ഈ പാട്ട് എനിക്ക് സത്യം പറഞ്ഞ പാടാ അറിഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ നിത്യാമേനോൻ വിജയ് സേതുപതി അല്ലേ? അതെ അതെ. പാട്ട് പറയണോ? പാട്ട് പിടികിട്ടി. നമുക്ക് പാടാം, അതേ വഴിയുള്ളൂ. എനിക്കത് വാടിയൻ പുകഴ. ഇന്ന് ഞങ്ങൾ തമിഴ് പഠിപ്പിക്കുന്നൊക്കെ. ഈ പാട്ട് സഹിക്കാൻ വയ്യ. എനിക്കില്ലേ ആ പാട്ട് ഇവിടെ ഉണ്ട്. ഈ പാട്ട് കാരണം ഓർക്കാൻ പറ്റണില്ല.
വാടിയെ പൊണ്ടാട്ടി. ഇതങ്ങനെയാണ് സത്യം പറഞ്ഞ പ്രൊണൗൺസ് പറയണ കേക്കാൻ വയ്യ. ഒന്ന് പറഞ്ഞു. അത് കേട്ടാ പിന്നെ എന്തിനാണ് കളിക്കണേ? പൊണ്ട പൊണ്ണ. I can't. മുട്ട. എന്താണ് ആ പാട്ട് പാട്? വാടിയും പൊട്ടല മുട്ട. അയ്യോ സത്യം പറയല്ലോ, എനിക്ക് അതിന്റെ ലിറിക്സ് അറിയില്ല. അറിയില്ല. ആരൊക്കെയോ പാടുന്നത് ആ പോഷൻ പറഞ്ഞെങ്കി ഇത് അതല്ലല്ലോ ഇതിലിപ്പോ എനിക്ക് അതിന്റെ ഈ ലൈനല്ലേ I don't know. അപ്പൊ പാടാൻ So പറ്റുമോ? sorry. പാടുമോ? പാടിക്കോ. എനിക്കറിയില്ല ആ പാട്ട്. താനാണ് പാടണ്ട, ഞാനല്ല. നീ മണ്ടനായോണ്ട് നീ പാടില്ല. ഇത്രയും ഞാൻ പറഞ്ഞിട്ട് നീ പാടിയില്ല. പാടിക്കോ. നീ നമുക്ക് ഇത് കൂടെ ഇനി ഒന്നും കൂടെ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് പാടാം, ഉറപ്പാണ്. ശരി എന്നാ വെച്ചോ. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന ബാരോളി. സൗണ്ട് വരണ്ട. പതിയെ ലിപ്പ്. നേരത്തെ സൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല. ലിപ്പ് അത്ര എടുത്താൽ മതി. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന ബാരോളി കണ്ണെനക്ക് പൂവഴിച്ച് ആ പാട്ട് കേട്ട് അഞ്ചുന്ന ചേലനക്ക് നട നട അന്ന നട കണ്ടത്തെയും മുടിയടിക്കും നോക്കും വെള്ളിക്കിണ്ണം. നീ സത്യമായിട്ട് പാടുവാണോ? അതൊക്കെ പാട്. ഭയങ്കര ഓക്കെ. ചിന്നി ചിന്നി സിത്തിരി പുത്തിരി ചിന്നി ചിന്നി സിരിക്കി ചിന്നി ചിന്നി ഏ ചിന്നി ചിന്നി കിണ്ടി കുണ്ടി. ചിന്നി ചിന്നി സി നിത്യ മേനോൻ നിത്യ മേനോൻ നിത്യ മേനോൻ. നേരത്തെ പാട്ടിലെ നായിക. തന്റെ പാട്ട് നേരത്തെ ഇന്നലെ പാടിയാ ഞാൻ എന്ന് പാടിയത് പാടിയില്ല. നേരത്തെ ലാസ്റ്റ് ഞാൻ നേരത്തെ ഇപ്പൊ ഞാൻ പാടിയില്ലേ അത് അതിലെ അതിന്റെ നടി തടിയനാ നടി അതിന്റെ ഹിന്ദിയാ അതിന്റെ നടി നടി അതിന് നിത്യമേനോനാണാ? Yes. നിത്യമേന്റെ പടം. നിത്യമേനോന്റെ പാട്ടാ. ഓക്കെ കൺമണി വല്ലോ ആണോ? അല്ല നിത്യമേന്റെ ഏത് പാട്ട്? പഴയ പാട്ട്. ഉസ്താദ് ഹോട്ടലിലേക്കാണോ? അതൊന്നും അല്ല, എനിക്ക് ഇഷ്ടമുള്ള പാട്ടാ. നിനക്ക് ഇഷ്ടമുള്ള പാട്ടാ നിത്യമേന്റെ? ആ നമ്മുടെ ഹൽദി ഹൽദി ഹൽദി. ഞാൻ മൈക്കില് പാടി. ഓ, നീ പറഞ്ഞ പാട്ടാ ഹൽദിക്ക്? ഞാൻ പാടി. ഈശ്വര ടോപ്പ്. ഏത് പാട്ട് നമ്മൾ പാടിയത്? ചിന്നി മിന്നിത്തിളങ്ങുന്ന. നീ പറഞ്ഞ ഈ പാട്ട്? നീ പാടിയ ഈ പാട്ട് എപ്പോ? സ്റ്റേജിലാ? അത്രക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട പാട്ടാ? ഞാൻ പാടി. നീ പാടിയോ? ഉറപ്പാണോ? ഇനി ഒന്നുകൂടെ പാട്. ഞാനത് ആലോചിക്കട്ടെ. ഉറുമി കാണിച്ചു കൊടുക്കും. അയ്യോ എനിക്ക് ആ പാട്ട് അറിഞ്ഞോടാ. സിനിമ പറഞ്ഞു. സിനിമ ഉറുമി. ഉറുമിയാ? ഓ ചിമ്മി 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 പ്രഭുദേവ നിത്യമേനോൻ. ഉറുമി കണ്ടിട്ടുണ്ടോ? ഇല്ല കണ്ടിട്ടില്ല. പാട്ട് കേട്ടിട്ടില്ല. ഞാൻ ഈ പാട്ടിനെ ആകെ പാടുന്ന പാട്ടതാ. എങ്കിലും 2 പേർക്ക് ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ട് പാടാൻ പറ. என் வீட்டு தோட்டத்தில் பூவெல்லாம் கேட்டுப்பார், என் வீட்டு தின்னம் சிற்றை எல்லாமே கேட்டுப்பார், ഉൻ പേര് சொல்லுமே. എനിക്കതിന്റെ ചരണമാണ് ഏറ്റവും ഇഷ്ടം കേട്ടാ. അതോട്ട് ഞാൻ പാടാം. வாய்ப்பாட்டு பாடும் பெண்ணே மௌனங்கள் கூடாது, வாய்ப்பூட்டு சட்டம் எல்லாம் பெண்ணுக்கு ஆகாது, வண்டெல்லாம் சத்தம் போட்டா பூஞ்சோலை தாங்காது, மொட்டுக்கள் சத்தம் போட்டா வண்டுக்கு ஆகாது, எண்ணிக்கை தீர்ந்தாலும் முத்தங்கள் தீராது, எண்ணிக்கை பார்த்தாலே முத்தங்கள் ஆகாது, அனுபவமோ. என் வீட்டு தோட்டத்தில் பூவெல்லாம் கேட்டுப்பா, என் வீட்டு ஜன்னல் கம்பி எல்லாமே கேட்டுப்பா, என் வீட்டு தின்னஞ்சிற்றை ஒவ்வொன்றாய் கேட்டுப்பா, உன் பேர் சொல்லுமே. സോ ഇപ്പൊ ഫാമിലി എല്ലാവരും ഇപ്പൊ ഒരു ബിസിനസ് ഉണ്ട്, കൂടെ സിസ്റ്റേഴ്സ് അമ്മയും കൂടെ ഒരു
ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരേ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ സാരി ഇവിടെ ജ്വല്ലറി. പക്ഷെ നല്ലതാ, അവര് സാരി ചെയ്താൽ എനിക്ക് ജ്വല്ലറി കൊടുക്കാം. ഇപ്പൊ എന്റെ ജ്വല്ലറി വേണമെന്നുണ്ടെങ്കിൽ അവരുടെ സാരി എനിക്ക് ചോദിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ്. എനിക്കൊന്നു ഈ ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ട് ആളുകളിൽ നിന്നൊരു പരാതി ഉണ്ടായത് ഇത് എല്ലാവർക്കും അഫോർഡബിൾ അല്ലാത്ത ഒരു പ്രൈസ് ആണെന്നാണ്. സോ അതിപ്പം എല്ലാവർക്കും വ്യൂവും ലൈക്കും ഉണ്ടെങ്കിൽ കമന്റ്സ് വന്നത് വ്യൂവും ലൈക്കും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ വ്യൂ ഒക്കെ ചെയ്യുന്നത്, അപ്പൊ എന്തുകൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിലേക്ക് മാറ്റിക്കൂടാ? സോ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സാരികൾ ഇവിടെ 100 കണക്കിന് കടകൾ നമ്മുടെ കേരളത്തിൽ ഇന്നുണ്ട്. വില കൂടിയത് മേടിക്കാനുള്ള കടകളും ഉണ്ട്, വില കുറഞ്ഞത് അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാനുള്ള കടകളുണ്ട്. ഏതൊരു ബ്രാൻഡായാലും അത് തുടങ്ങുമ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ എന്ന് ആരും പറയുന്നില്ല. ഒരു മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ മേടിക്കുക. ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് എന്താ. ഇപ്പൊ എന്റെ ബ്രാൻഡ് ഞാൻ ഇറക്കിയത് ബേസിക്കലി ഫോർ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇറക്കിയ ഒരു ബ്രാൻഡാണ്. അതുകൊണ്ട് അടുത്ത് 90% ഐറ്റംസും ബിലോ 1000 ആണ്. അത് എന്റെ തോട്ടാണ്, എല്ലാവരുടെ എത്തിക്കണം എന്നുള്ളൊരു സാധനം. ഇവരുടെ തോട്ട് എന്ന് പറയുമ്പോൾ ഇവരുടുക്കുന്ന കൈൻഡ് ഓഫ് സാധനം പബ്ലിക്കിലോട്ട് എത്തിക്കണം. ഇഫ് യു വോണ്ട് ടു വെയർ സംതിങ് ദാറ്റ് ഐ എം വെയറിംഗ്, ബൈ ഇറ്റ് ഫ്രം us എന്നേ പറയുന്നുള്ളൂ. അല്ലാതെ എല്ലാവർക്കും ഇടാനുള്ള സാരി നമ്മുടെ ഉണ്ട് എന്നല്ല ഇവര് മാർക്കറ്റ് ചെയ്ത രീതി. അതല്ല, ഇവരിട്ട സാധനം നിങ്ങൾക്ക് വേണോ, ആ സെയിം സ്റ്റൈൽ നിങ്ങൾക്ക് വേണോ, അത് പബ്ലിക്കിലോട്ട് എത്തിക്കാനാണ് ഇവർ ശ്രമിച്ചത്. അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ഇഫ് യു റിയലി വോണ്ട് ഇറ്റ്, ബൈ ഇറ്റ്. അത്രേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഒരു രീതി. ഇപ്പൊ മനീഷ് മൽഹോത്രയുടെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രൈസ് ഉണ്ട്. എന്നാൽ അതിനേക്കാൾ ഭംഗിയുള്ള ചിലപ്പോ നിങ്ങള് നമ്മുടെ ഡൽഹിയിലുള്ള മറ്റേ സ്ഥലത്ത് അതിന്റെ പേരെന്തോന്ന്, ഡൽഹിയില് ചോർ ബസാറിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ല സാധനം ചിലപ്പോ കിട്ടും. പക്ഷെ അത് മനീഷ് മൽഹോത്രയുടെ ഡ്രസ്സ് ആവൂ? ഒരിക്കലും ആവൂല. ഒരു സാധനം ഇടുമ്പോ അതിന്റെ ഒരു സാധനം ഉണ്ട്, ബ്രാൻഡിങ് എന്നുള്ള സാധനം. അതിനേക്കാൾ നല്ലത് ചിലപ്പോ ഇവിടെ കിട്ടും. പക്ഷെ മറ്റത് ഇടുമ്പോ നമുക്കൊരു സുഖമാ, ഇത്രയും വിലയുള്ള സാധനം കിട്ടും. അപ്പൊ അതിന്റെ ഒരു വില, ഒരു പവർ ഓട്ടോമാറ്റിക്കലി നമുക്കത് വരും. വേറൊരു രീതിയിലും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇവര് വീട്ടിലെല്ലാരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പോ ചോദിക്കുമല്ലോ, ഈ എവിടെയാണ് എടുത്തത്, ഈ സാരി കൊള്ളാലോ, നിങ്ങൾ എവിടെയാണ് എടുത്തത്? അപ്പോ ഇതും ചോദിക്കാറുണ്ട്, എവിടെയാണ് എടുത്തതെന്നല്ല, നമ്മൾ അത് വിൽക്കുകയെ ചെയ്യാം. എന്താ, നമ്മൾ ഉടുത്ത സാരി ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, അതിലിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഉടുത്ത സാരി ഇതാണ്, പക്ഷെ നമ്മൾ അത് വിൽക്കാൻ വേണ്ടി വന്നപ്പോ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മേടിച്ച പോലെ അവര് ഉടുത്തുന്നത് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു. അത് കുറച്ച് ഇപ്പൊ ഇവരുടുക്കുന്നതിന്റെ പ്രൈസ് റേഞ്ച് ഉണ്ടാവുമല്ലോ. ഇപ്പൊ എന്റെ ഫാമിലിക്ക് അവരുടുക്കുന്നതിന്റെ പ്രൈസ് റേഞ്ച് ഇതാണ്, അവർക്ക് അതല്ലേ തരാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ ഇവരുടുക്കുന്നതിന്റെ തന്നെ സെയിം ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കി 500 രൂപയ്ക്ക് വേണമെങ്കിൽ വിൽക്കാം. പക്ഷെ അത് ഇവരുടുക്കുന്ന സാധനമായില്ല, ആ ക്വാളിറ്റി ആയില്ല. They are providing you something. If it's costly, they are providing it in the quality that they are wearing. അപ്പൊ നമ്മൾ ഇടുന്ന തന്നെ നിങ്ങൾ വിടണം നമ്മൾ ആഗ്രഹിച്ചു, അതാണ് അവർ ആഗ്രഹിച്ചത്. That's their thought. അത്രേ ഉള്ളൂ. ഇപ്പൊ എനിക്കൊരു സാരി ബിസിനസ് ഉണ്ട്, വളരെ ചെറിയൊരു ബിസിനസ്സാണ്. നമ്മൾ ഏത് ബിസിനസ് ആയാലും നമുക്ക് കിട്ടുന്ന 1 രൂപ കിട്ടിയാലും നമ്മൾ പിന്നെ ഈ ഉറുമ്പുകള് മഴക്കാലത്ത് ഫുഡൊക്കെ ശേഖരിക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ സേവ് ചെയ്ത് വെക്കാം. അപ്പൊ അതിൽ നിന്നൊരു എമൗണ്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ പോകുന്ന സമയത്ത്, സോ കൂടെ സപ്പോർട്ടായിട്ട് ഒരുപാട് പേരുണ്ട്. പക്ഷെ ആ സമയത്ത് ദിയ അനുഭവിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു വലിയ എമൗണ്ട് പോകുന്നു. ശരിക്കും ആ സമയത്ത് എങ്ങനെയാ, ഇപ്പം ചുറ്റും ഒരുപാട് പേര് കോൺഫിഡൻസ് തരാനുണ്ടെങ്കിലും ദിയ ഇപ്പം ആളുകളുടെ മുമ്പിൽ നിന്ന് ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ഒരു സ്റ്റേജും കൂടിയായിരുന്നു, അത് പ്രഗ്നന്റും കൂടിയായിരുന്നു. പക്ഷെ ദിയ എങ്ങനെയാ അത് ഹാൻഡിൽ ചെയ്ത്? ശരിക്കും അന്ന് ആ ഒരു സംഭവിച്ചൊരു ഇഷ്യൂ എന്ന് പറയുമ്പോഴേ അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് എന്താ ചെയ്യാം, എനിക്ക് അവരെ തൂക്കിയ ആ ഒരു സമയത്ത്, ഫസ്റ്റ് ഓഫ് ഓൾ തൂക്കുന്നത് ഇഷാനിയുടെ ഒരു ഫ്രണ്ട് വഴിയാണ്. ആ കുട്ടി എന്നെ ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട, ചിലപ്പോൾ നിനക്ക് അറിയായിരിക്കും, ഞാൻ ചുമ്മാ പറയുമോ എന്ന് ഇഷാനി പറഞ്ഞു. ഞാൻ പിന്നെ എന്താ, അല്ല എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ നിന്റെ സ്റ്റോറി വന്നായിരുന്നു. അപ്പോൾ സ്റ്റോറി വന്നപ്പോൾ ഗൂഗിൾ പേ ചെയ്യാൻ പോയപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫിൻ്റെ ഗൂഗിൾ പേ QR കോഡാ കൊടുത്തേ, നീയാണോ അവരോട് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനു പറയണം, അതിന് അവർക്കാർക്ക് ഞാൻ ആ കമ്പനി എഴുതി കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളൊരു തോട്ട്. അപ്പോൾ ഇഷാനി പറഞ്ഞു, ദിവ്യ ഫ്രാങ്ക്ലിൻ എന്നായിരുന്നു അക്കൗണ്ടിൻ്റെ പേര്. ഞാൻ പറഞ്ഞു, എൻ്റെ സ്റ്റാഫിൻ്റെ ഒരാളുടെ പേര് അതാന്ന് പറഞ്ഞു. എൻ്റെ ടൈമും എമൗണ്ടും കാണിക്കാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി അയച്ചു തന്നു. ഇതുപോലെ 2 മണിക്കൂർ സമയത്ത് 2700 സംതിങ്. അപ്പോൾ ഞാൻ ഈ ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഇതുപോലെ എടുത്തോ, പൈസ എടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തപ്പോൾ കുട്ടി പറഞ്ഞു, ഓർമ്മ വന്നു, ചേച്ചിയുടെ QR കോഡ് വർക്ക് ആവുന്നില്ലായിരുന്നു, അങ്ങനെയാണ് ഞാൻ എടുത്തത്. ഞാൻ പറഞ്ഞു, ഓക്കെ അതായിക്കോട്ടെ, പക്ഷെ എന്നെ അത് അറിയിച്ചിട്ടില്ല, എനിക്ക് എമൗണ്ട് താൻ തന്നിട്ടില്ല, അതെന്താ തരാത്തെ? ഓ തന്നില്ലല്ലേ? ഞാൻ പറഞ്ഞില്ല തന്നില്ല.
അല്ലാതെ നമ്മൾ എനിക്ക് തോന്നുന്നു ഞാൻ ക്യാഷ് അവിടെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ ഓഫീസിൽ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് അവിടെ ഇട്ടു. ഞാൻ പറഞ്ഞു ശരി ആ ക്യാഷ് അവിടെ. ഓ ആ ഞാൻ തന്നില്ലേ? ഞാൻ പറഞ്ഞില്ല തന്നില്ല. 1 മിനിറ്റ് ഞാൻ ഇപ്പം വിളിക്കാം എന്ന് പറഞ്ഞ് കോളം കട്ട് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് പിടി കിട്ടി. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ വീട്ടിൽ ഫോൺ ബിസിയാണ്, എത്ര വിളിച്ചിട്ടും ബിസി, കോൾ വെയിറ്റിംഗ്. അപ്പം ഞാൻ എൻ്റെ ബാക്കിയുള്ള സ്റ്റാഫുകളെ വിളിച്ചു, അവരുടെ ഫോണും ബിസി. പിടി കിട്ടി എന്തോ ഒരു ഗൂഢാലോചനയ്ക്ക് വേണ്ടി പോയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ആ കുട്ടി ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഓർമ്മ വന്നു, ഞാൻ അന്ന് അവിടെ ക്യാഷ് ഇട്ടു, എന്നിട്ട് ആ ക്യാഷ് നമ്മൾ ബിരിയാണിക്ക് കൊടുത്തു, സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത ബിരിയാണി. ഞാൻ ചോദിച്ചു 2000 രൂപയ്ക്ക് നിങ്ങൾ 3 പേരും കൂടെ ഹയാത്ത് നിന്നാണോ ബിരിയാണി വാങ്ങിച്ച് കഴിച്ച്? നിങ്ങൾക്ക് വല്ല സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചാൽ പോരെ. അപ്പോൾ അവർ പറഞ്ഞു ചേച്ചി അത് അന്ന് എൻ്റെ ഒരു ട്രീറ്റ് ആയിരുന്നു, അപ്പോൾ ഞാൻ അവിടെ നിന്ന്. അപ്പം ഞാൻ തൻ്റെ ട്രീറ്റ് ആണെങ്കിൽ തൻ്റെ പൈസ അല്ലേ കൊടുക്കണ്ടേ, എൻ്റെ ബിസിനസ്സിലെ പൈസ അല്ലല്ലോ ട്രീറ്റിന് കൂടും, അത് ട്രീറ്റ് നല്ലല്ലോ, മോട്ടിച്ച പൈസയിൽ ബിരിയാണി കട്ട് തിന്നു എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ സോറി ചേച്ചി ഞാൻ ആ പൈസ ഇപ്പം ഇട്ട് തരാം എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് 2700 ചില്ലുവരെ ഇട്ട് തന്നു. ഞാൻ പറഞ്ഞിട്ട് ഇതുപോലത്തെ സംഭവം മേലിൽ ആവർത്തിക്കരുത്, ഇതുപോലെ ഇങ്ങനെ ഇത് മോഷണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് തെറ്റാണ്, ചിലപ്പോൾ താൻ വിട്ടുപോയതായിരിക്കും, പക്ഷെ തെറ്റാണ് എന്ന് പറഞ്ഞ് ഞാൻ വെച്ചു. ഞാൻ ഈ വിഷയം അശ്വിനോട് ഡിസ്കസ് ചെയ്തു. അശ്വിന് വന്നിട്ട് ബോധർ ചെയ്തില്ല, 2000 രൂപയല്ലേ അതെന്തിനും അവർ മോട്ടിക്കണം എന്നുള്ളതിൽ പോലെ ഇരുന്നു. പക്ഷെ എന്തിനും ഞാൻ അശ്വിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇടാം, ഇതുപോലെ ആരെങ്കിലും ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ പേ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചുമ്മാ ഒരു ഫോർമാലിറ്റിക്കും ഇട്ടതും എനിക്കൊരു 500ന്റെ മുകളിൽ മെസ്സേജ് ഒരു 2 മണിക്കൂറിനകത്ത് വന്നു. അത്രയ്ക്ക് മെസ്സേജ് എനിക്ക് വന്നു. ഐ ഡിഡ് ഓബയോസിൽ വന്നു, റിയാക്ഷനിൽ വന്നു, വിത്ത് സ്ക്രീൻഷോട്ട് ആൻഡ് ഡേറ്റ് ആൻഡ് എവറിത്തിങ്. എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി. എന്നിട്ട് ആ സമയം കൊണ്ട് ഇവരെന്നെ വിളിച്ചു. ഇവരറിയുന്നില്ലല്ലോ എനിക്ക് ഇതുപോലെ സ്ക്രീൻഷോട്ടൊക്കെ വന്നു എന്നുള്ളത്. ഇവർ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചിയുടെ അവിടെ സ്റ്റാഫായിട്ട് നമ്മളാണ് നിൽക്കുന്നതെന്ന് ചേച്ചിയുടെ അമ്മയുടെ വ്ളോഗിലൂടെയൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ട്, നമുക്ക് എന്തൊരു നാണക്കേടാണെന്ന് അറിയോ നമ്മളെ പറ്റി ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെ ഇട്ട ആൾക്കാർ നമ്മൾ മോട്ടിച്ചു എന്ന് വിചാരിക്കില്ല, ആ സ്റ്റോറി ഒന്ന് റിമൂവ് ചെയ്യുക. ഞാൻ പറഞ്ഞു സ്റ്റോറി ഞാൻ റിമൂവ് ചെയ്യണം, നിങ്ങൾ കള്ളത്തരം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇതിന് പേടിക്കണം, ആരും സ്ക്രീൻഷോട്ട് അയക്കില്ല, നിങ്ങൾ കാമായിട്ടിരുന്നൂടെ, ചേച്ചി ഒന്ന് ഡിലീറ്റ് ചേച്ചി, നമ്മുടെ മാനസികമായിട്ട് നമ്മൾ തകർന്നു പോയി, നമ്മുടെ റെപ്യൂട്ടേഷൻ. ഞാൻ പറഞ്ഞു നിങ്ങളെയൊക്കെ ആരറിയാനാണ്, എന്ത് റെപ്യൂട്ടേഷൻ, നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ നമ്മൾ അറിയാം. ഞാൻ പറഞ്ഞു ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞ് ഇതിലുള്ളൊരു കുട്ടിയുടെ ഹസ്ബൻഡ് എന്നെ വിളിക്കുന്നു, ത്രട്ടൻ ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിൽ ഒരാളുടെ ഹസ്ബൻഡ് എൻ്റെ അച്ഛനും അച്ഛൻ്റെ ഏതോ ഫ്രണ്ട് സന്തോഷങ്ങളും കൂടി ഇവരെ പീഡിപ്പിച്ച കഥ വരെ പറയുന്നുണ്ട്. എൻ്റെ അച്ഛന് 4 പെമ്പക്കളാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ആ ആളെ പറ്റി പറയേണ്ട ഒരു സംഭവമാണോ ഇത്, ഇങ്ങനെ കൂടെ നിന്ന പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു. എനിക്ക് അച്ഛൻ്റെയൊക്കെ മക്കളാമൂല അതിനേക്കാൾ ഇഷാനേക്കാൾ ഇളയതാ ഈ പറഞ്ഞ പെൺകുട്ടി, ഇഷാനേക്കാൾ ഇളയതാ, ഓൾമോസ്റ്റ് ഹൻസികേക്കാൾ 1-2 വയസ്സ് മൂത്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ അവർക്ക് എങ്ങനെ അവരുടെ വായുന്നത് വന്നു എന്നുള്ളത്. ബിക്കോസ് ഇത്രയും നാള് അവർ കട്ട പൈസയാണെങ്കിലും എൻ്റെ പൈസയ്ക്ക് അവളും അവളുടെ കുടുംബവും എല്ലാവരും തീറ്റിപ്പോറ്റി, ഒരാൾ കാറ് വാങ്ങിക്കുന്നു, ഒരാൾ പുതിയ വീട് വെക്കുന്നു, വേറൊരാൾ ഇവരുടെ അച്ഛൻ ഇതിൽ ഏതൊരാളുടെ അച്ഛയ്ക്കൊന്നു മീൻ പിടിക്കാൻ പോകുന്ന ഫിഷർമാനാണ്. പുള്ളിയുടെ റിലേറ്റീവ് ആണ് ഒരാൾ നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷനാണ്. പുള്ളിയുടെ 8 വിരലിൽ ഇപ്പോൾ സ്വർണ്ണ മോതിരവും കട്ടിയുള്ള സ്വർണ്ണമാല, എൻ്റെ അച്ഛന് പോലും എനിക്കത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ അച്ഛന് പോലും 8 വിരലിൽ മോതിരം ഇല്ല. അത് അറിഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ അച്ഛന് വാങ്ങിച്ച് ഇട്ട് കൊടുത്തേ രാവിലെ ഇട്ടുകൊണ്ട് നടക്കാൻ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആർക്കാ പൊളിയാത്ത? എനിക്ക് ഇവർ 3 പേരും പറഞ്ഞല്ലോ നമ്മൾ അവരെ റോങ് ആയിട്ട് ട്രീറ്റ് ചെയ്തു, അത് അവരത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും പറഞ്ഞു 2 ദിവസം മുന്നേ കിട്ടിയെങ്കിൽ 2 അട്ടി വെച്ച് കൊടുത്തിട്ട് അവർ പറഞ്ഞെങ്കിൽ ഒരു സമാധാനം എങ്കിലും ഉണ്ടായിരുന്നു. അതും പറ്റിയില്ല. പിന്നെ കുഴപ്പമില്ല, ഞാൻ ഇപ്പോഴും സത്യം പറഞ്ഞാൽ അവരെ മനസ്സുകൊണ്ട് ഞാൻ ക്ഷമിച്ചിട്ടിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ബുദ്ധിയിൽ അത്രേ ഉദിച്ചുള്ളൂ. ഇപ്പം അവരെ പറ്റി കുറേ ട്രോള് വരുന്നുണ്ട്. അതിനകത്ത് ലാലിൻ്റെ ഒരു സിനിമയുടെ ഡയലോഗ് വരുന്നുണ്ട്, ഇതാണ് നമ്മുടെ ഐഡിയ, നമുക്ക് ഇത്ര ബുദ്ധിയേ ഉള്ളൂ. അതാണ് അവര് സത്യം പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതാ കുട്ടികൾക്ക്, കാരണം ആരോ പറഞ്ഞു കൊടുത്തൊരു ഐഡിയ. സ്വയം അവരുടെ മനസ്സിൽ ഒരിക്കലും ഇത്രയും ഒരു ഇത് വരില്ല, പീഡിപ്പിച്ചു കിഡ്നാപ്പ് ചെയ്തു എന്നൊക്കെ. കാരണം ഇവർ നമ്മുടെ മുമ്പ് ഇങ്ങനെ നിന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് വന്നിട്ട് മറ്റേ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വന്ന് ഇങ്ങനെ ഒന്ന് റെഡിയായിട്ട് നിന്നത്. അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്ത ഐഡിയ. അപ്പോൾ അതിൽ ഇവരങ്ങനെ ഇൻഫ്ലുവൻസ് ആയി പോകണമെങ്കിൽ അതിനുള്ള ഒരു ബുദ്ധിയല്ലേ ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് തെറ്റ് പറയാനും പറ്റില്ല. അവർക്ക് അതിനുള്ള എഡ്യൂക്കേഷനേ ഉള്ളൂ, അതിനുള്ള അറിവേ ഉള്ളൂ, അത്രയേ അവർക്ക് അവരെ കൊണ്ട് പറ്റൂ, അത്രയേ ഉള്ളൂ. അപ്പം ഞാനത് ആദ്യത്തെ ഒരു ദേഷ്യമായിരുന്നു. പിന്നീട് ഞാൻ എന്താ വിചാരിക്കുന്നത്, ഇത്രയും അവർ കട്ടു, അത് എൻ്റെ പേരിൽ വന്ന ക്രെഡിബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരുന്നു ആ കൊടുത്ത പൈസ മുഴുവൻ. ആ ക്രെഡിബിലിറ്റി അവർക്ക് കക്കാൻ പറ്റത്തില്ല, എൻ്റെ ഐഡൻറ്റിറ്റി അവർക്ക് കക്കാൻ പറ്റില്ല, എൻ്റെ മാർക്കറ്റിംഗ് ഐഡിയാസ് അവർക്ക് കക്കാൻ പറ്റില്ല. ഞാൻ ഈ ബ്രാൻഡിന്
ഓബയോസി എന്നൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തെടുത്തു. അതുപോലൊരു ബ്രാൻഡ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് മൊത്തം എൻ്റെ കൈവശമുള്ള സാധനം. അതെ. പൈസ നഷ്ടപ്പെട്ടു, ഞാൻ പൊട്ടിയായി, അത്രയായി. പക്ഷേ ഈ നഷ്ടപ്പെട്ട പൈസ എനിക്ക് തിരിച്ചു പിടിക്കാൻ ഈ പറഞ്ഞ ക്രെഡിബിലിറ്റിയും മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും എല്ലാം തന്നെ മതി. ഏകദേശം ഇപ്പൊ എമൗണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഫിഗർ എത്രയാണ് ശരിക്കും? പോലീസ് അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം ചെക്ക് ചെയ്ത് വന്നപ്പോൾ ബാങ്ക് ട്രാൻസ്ഫേഴ്സ് എല്ലാം കൂടെ എത്ര 67-69 lakhs ഉണ്ടായിരുന്നു. നമുക്ക് അത് കണ്ടിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. അത് പോലീസുകാർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞതാ വന്ന ന്യൂസ്. നമ്മൾ ഏകദേശം ഒരു കാൽക്കുലേഷൻ സ്റ്റോക്ക് വെച്ച് നമ്മൾ പറഞ്ഞു. ബിക്കോസ് എനിക്ക് ആ സ്റ്റോക്ക് നമ്മൾ പോയി ഓഫീസിൽ, ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് പോയിട്ടില്ല, പിന്നീട് പോയി ന്യൂസ് അറിഞ്ഞപ്പോൾ പോയി ചെക്ക് ചെയ്തപ്പോൾ ഇന്ന ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ മിസ്സിംഗ് ആണ്. അപ്പൊ ആ സ്റ്റോക്കുകൾ ഞാൻ പറഞ്ഞ റേറ്റിന് വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ, എന്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ 68 to 69 lakh, അറ്റ്ലീസ്റ്റ് ഇൻസൈഡ് 70 lakhs പോയിട്ടുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു. അതുപോലെ കണക്കെടുത്ത് വന്നപ്പോൾ ആ ഒരു എമൗണ്ട് തന്നെ ആയിരുന്നു അതിനകത്തുള്ളൊരു എമൗണ്ട്. പ്ലസ് ക്യാഷ് ട്രാൻസാക്ഷൻസ് എനിക്ക് അറിയില്ല, അത് ഇവര് എന്തൊക്കെയാണ് ഇവർ ചെയ്തത് എനിക്കറിയില്ല. കൂടുതലാവാനേ ചാൻസ് ഉള്ളൂ. ഇൻസൈഡ് crore ഡെഫിനറ്റ്ലി ഉണ്ടാവും, അത് ഇവരെടുത്തിട്ടുള്ളതാണ്.